നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്തായാലും ധനേട്ടനെ കമ്പനിന്ന് പുറത്താക്കിയല്ലോ. അതുകൊണ്ട് എന്തായാലും ഇനി മുതല് വീടുകൾ തോറും കയറി ഇറങ്ങി ഇൻസ്റ്റാൾമെന്റിൽ സാധനങ്ങൾ വിറ്റ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. പണ്ടത്തെ കാലായിരുന്നെങ്കിലേ സൈക്കിളിന്റെ പുറകില് സാധനങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് പോവായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്ത ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാവല്ലോ എന്ന് വിചാരിച്ചാ ഇവളുടെ സ്വർണം പണയം വെച്ച് ഞങ്ങൾ ആ വണ്ടി വാങ്ങിയത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ നിങ്ങളെ സംശയിച്ചു പോയെന്നേ ഉള്ളൂ. ചേച്ചിയും തനേട്ടനും ഞങ്ങളോട് ക്ഷമിച്ചേക്ക്. അച്ഛൻ ഞങ്ങളോട് മാപ്പൊന്നും പറയണ്ട. പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു എന്നെങ്കിലും പറഞ്ഞാ മതി. വേണ്ട, മാപ്പ് തന്നെ പറയാം. 1,00,000 രൂപ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് തെളിയട്ടെ. അന്ന് ഞാൻ നിന്റെയും ഇവന്റെയും കാല് പിടിച്ച് മാപ്പ് പറയാം. നിങ്ങൾ വാ മനുഷ്യൻ. തെളിവ് കൊടുത്തിട്ടും വിശ്വസിക്കാത്തവരുടെ മുൻപില് അഗ്നിശുദ്ധി വരുത്തി തെളിയിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അച്ഛൻ വേറെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി കുറ്റം നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. വാ വാ. ഇനിയെങ്കിലും അനിതേടത്തേക്ക് അറിയാവുന്ന കാര്യം തുറന്നു പറഞ്ഞൂടെ? ഇല്ല ശബരി, ആ സത്യം കാലം തെളിയിക്കട്ടെ.